കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ പരസ്യ പ്രസ്താവന വിലക്ക് KPCC. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കും വിധം പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഇത്തരം ചർച്ചകളിൽ നിന്ന് പിന്തിരിയാൻ AICCയും കർശന നിർദ്ദേശം നൽകി. അലക്സ് മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്താണ് KPCC നൽകിയിരിക്കുന്ന നിർദ്ദേശം? ഉന്മേഷ്, അങ്ങേയറ്റം അനുചിതം. ഇത് സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന ചർച്ചകളാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നതെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA വ്യക്തമാക്കുന്നത്. ഇത് ഒരു തവണ പറഞ്ഞതാണ്, ഇത് വീണ്ടും പറയാൻ വേണ്ടി നിർബന്ധിതനായി എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായി മുഖ്യമന്ത്രി ചർച്ച പൊടിപൊടിക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ. മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവർക്ക് വേണ്ടി അവരുടെ ഗ്രൂപ്പ് മാനേജർമാരും അണികളും അത് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ പോരാണ് നടത്തുന്നത്. പല വിധത്തിൽ പല സീമകളും ലംഘിച്ച് ആ പോര് കടുക്കുന്നതിനിടെയാണ് ഘടകകക്ഷികൾ അടക്കം ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടമാക്കി രംഗത്തെത്തുന്നത്. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ച അത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെയും UDFന് വോട്ട് ചെയ്ത ജനവിഭാഗങ്ങളെ അടക്കം നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും ചർച്ചയുമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നതെന്ന പ്രതികരണമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ഈ ഘട്ടത്തിലെങ്കിലും അതിന് വിലക്കിടണമെന്ന് KPCC തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നു KPCC. അത് പത്ര ദൃശ്യമാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ എന്നിവയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകളിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കണം. അതല്ല എങ്കിൽ കർശന നടപടി സ്വീകരിക്കും. AICC അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം, അത്തരം നേതാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി എന്നാണ് KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉന്മേഷ്, ശരി. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.